ദൈവതിരുനാമത്തിന് മഹത്വം. പൗലോസ് അപ്പസ്തോലന്റെ 13 ലേഖനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന പഠനത്തിലാണല്ലോ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ കൂടി ഗലാത്യ ലേഖനം, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 കൊറിന്ത്യർ, 2 കൊറിന്ത്യർ, റോമൻസ് എന്നീ ലേഖനങ്ങളിൽ കൂടി അടിസ്ഥാന ഉപദേശങ്ങളെയും മർമ്മങ്ങളെയും പറ്റി നമ്മൾ മനസ്സിലാക്കിയല്ലോ. അവിടെ നമ്മൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുകയില്ല എന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം എന്നും നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരാഗ്രഹ ലേഖനങ്ങളെക്കുറിച്ചാണ്. പൗലോസ് 1-ാം പ്രാവശ്യം 2 വർഷം റോമൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് എഴുതിയ 4 ലേഖനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബൈബിളിൽ നിന്നും പറയാൻ പോകുന്നത്. തൻ്റെ സുവിശേഷ വേളയിൽ 25 വർഷത്തോളം പിന്നിട്ട് യേശുക്രിസ്തുവിന്റെ വെളിപാടിനാൽ മർമ്മങ്ങൾ എല്ലാം തന്നെ ഈ സമയത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലേഖനങ്ങൾ മുൻപ് എഴുതിയ ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരാഗ്രഹ ലേഖനങ്ങളിൽ എഫേഷ്യൻസ് ആണ് ആദ്യം എഴുതിയത്. പ്രാചീന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസ് മഹാദേവിയുടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന മന്ത്രവാദത്തിന്റെയും വിഗ്രഹാരാധനയുടെയും കേന്ദ്രമായിരുന്ന എഫേസസിൽ ഏകദേശം 3 വർഷം താമസിച്ച് സുവിശേഷ പ്രചരണം നടത്തിയപ്പോഴാണ് അവിടെ സഭ സ്ഥാപിച്ചത്. നമ്മൾ വായിക്കുന്നത് എഫേസ്യർ 1:17 വായിക്കുന്നത്, നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കൃപയാൽ വിശ്വാസിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവിയാണ് ഈ ലേഖനങ്ങളിൽ പറയുന്നത്. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയേണ്ടതിന് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ വിശ്വാസികൾക്ക് ലഭിക്കാൻ വേണ്ടി അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. വീണ്ടും എഫേഷ്യൻസ് 1 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസിക്ക് ലഭിക്കുന്ന അവകാശത്തിന്റെ മഹിമാധനം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. ഇത് മുൻപൊരിക്കലും വെളിപ്പെടുത്താത്ത ഒരു വലിയ മർമ്മം ആണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നത്. എഫേസ്യർ 3 നമ്മൾ വായിക്കുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൃപയുടെ സുവിശേഷത്തിൽ നിൽക്കുന്നവർ തീർച്ചയായും അൺപാക്ക് ചെയ്ത് ഉൾക്കൊള്ളേണ്ട ഒരു അത്യാവശ്യ വാക്യമാണ് ഇത്. ഈ മർമ്മം പറയുന്നതിന്റെ പേരിലാണ് തനിക്ക് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്നും കഷ്ടങ്ങൾ നമ്മുടെ മഹത്വമാണെന്നും
ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എന്ന് ഇവിടെ അപ്പസ്തോലൻ വിശദീകരിക്കുന്നു. സാത്താൻ ഇന്ന് ഏറ്റവും ഭയപ്പെടുന്നത് ഈ കൃപയുടെ സുവിശേഷത്തെയാണ്. ഈ സുവിശേഷത്തെ മറച്ചു വയ്ക്കാൻ എന്നും വിശ്വാസികൾക്കെതിരെയുള്ള സാത്താന്റെ പോരാട്ടം നമ്മൾ അറിയേണ്ടതാണ്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി സ്വർഗത്തിൽ ഇരുത്തുമ്പോൾ മാത്രമാണ് സാത്താന് നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാകുന്നത്. പിന്നെ സാത്താൻ ഭരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ശത്രുപാളയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കെതിരെ അവൻ കഷ്ടതകൾ കൊണ്ടുവരുന്നത്. വളരെ തന്ത്രപൂർവം നമ്മുടെ ഇന്നർ സർക്കിളിൽ ഉള്ളവരെ തന്നെയാണ് അവന്റെ ആയുധമായി നമുക്കെതിരെ അപവാദവും ആരോപണങ്ങളും ഉണ്ടാക്കി തളർത്താൻ നോക്കുന്നത്. 33 വർഷത്തോളം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഓടി നടന്ന പൗലോസ് അപ്പസ്തോലൻ അവസാനം പറയുന്നു, ഏഷ്യയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയി എന്ന്. എന്നാൽ ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന മഹിമാധനം എന്തെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഫേസ്യർ ലേഖനത്തിലാണ് നമുക്കുള്ള ആത്മീക യുദ്ധത്തെക്കുറിച്ചും നമ്മുടെ ആത്മീകമായ ആയുധങ്ങളെക്കുറിച്ചും അപ്പസ്തോലൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. നമ്മൾ എഫേസ്യർ 6 വായിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. റോമൻസിൽ നമുക്ക് അപ്പസ്തോലൻ എഴുതി തന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുമെന്ന്. പ്രതികാരം നമുക്കുള്ളതല്ല എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് ഉറച്ചു നിന്നാൽ മതി. നമ്മുടെ ശത്രു പിശാചാണ്. അവൻ മനുഷ്യരിൽ കൂടിയാണ് നമുക്കെതിരായി പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എഫേസ്യർ 6 പറയുന്ന ആത്മീയ ആയുധങ്ങളെല്ലാം ധരിച്ച് നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യണമെന്നാണ്. കൃപയാൽ സൗജന്യമായി രക്ഷിച്ചെടുത്ത നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും യേശുക്രിസ്തു തന്നെയാണ്. ഇസ്രായേലിനു വേണ്ടി ചെങ്കടൽ വിഭാഗിച്ച് യുദ്ധം ചെയ്തപ്പോൾ അവരോട് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അതുപോലെ ഇന്ന് നമുക്ക് വേണ്ടിയും ആത്മീയ യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. നമ്മൾ യേശയ്യാ 59 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു, നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായ്ക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അതിന്റെ 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീക്ഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു ഈ സർവായുധ വർഗം ധരിച്ച്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. എഫേസ്യർ ലേഖനത്തിലെ വേറൊരു പ്രധാന വിഷയം വലിയ മർമ്മം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. എഫേസ്യർ 5 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും
നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എഫേസ്യർ 5 നമ്മൾ പിന്നെയും വായിക്കുന്നത്, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഭാര്യ ഭർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ സഭയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ഇവിടെ അപ്പസ്തോലൻ വെളിപ്പെടുത്തുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ക്രിസ്തു സഭയുടെ തലയാണെന്നും ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇനി നമുക്ക് ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് നോക്കാം. തന്റെ 2ാം മിഷണറി യാത്രയിൽ പൗലോസ് ഫിലിപ്പിയ നഗരം സന്ദർശിച്ചപ്പോഴാണ് ലുദിയയും കാരാഗ്രഹ പ്രമാണിയും രക്ഷിക്കപ്പെട്ടത്. യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് ലുദിയ ആണെന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്നു. തന്റെ ക്രിസ്തീയ അനുഭവം പങ്കുവയ്ക്കുന്ന അനേകം വാക്യങ്ങൾ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിയർ 1 നമ്മൾ വായിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. റോമൻ വീട്ടുതടങ്കലിലാണ് താൻ താമസിക്കുന്നതെങ്കിലും ഈ ലേഖനത്തിൽ 16 പ്രാവശ്യം സന്തോഷിക്കുക എന്ന് എഴുതിയിട്ടുള്ളത് നമുക്കൊരു പ്രചോദനമാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണിത്. നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയ 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സകല നാമത്തിലും മേലായി ഉയർത്തപ്പെട്ട ക്രിസ്തു എന്ന വിശേഷണമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ ഉടനീളം കാണുന്നത്. ഫിലിപ്പിയ 2 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അടുത്തതായി കൊളോസ്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എഫേസ്യർ ലേഖനത്തോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ലേഖനമാണിത്. എഫെസോസിലുള്ള തന്റെ 3 വർഷത്തെ സുവിശേഷ വേളയിൽ രക്ഷിക്കപ്പെട്ട എപ്പഫ്രാസ് ആണ് കൊളോസിയയിൽ സഭ സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ വരച്ചു കാണിക്കുമ്പോൾ കൊളോസ്യ ലേഖനത്തിൽ ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത്. കൊളോസ്യർ 1 നമ്മൾ വായിക്കുന്നത്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ
സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഈ വാക്യങ്ങളിൽ വായിക്കുന്നതിനുപരിയായി ക്രിസ്തുവിലുള്ള അത്യുന്നത പദവിയെ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും ഇത്ര ഭംഗിയായി വിശദീകരിച്ചിട്ടില്ല. കൊളോസ്യർ 2 പിന്നെയും നമ്മൾ വായിക്കുന്നത്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. വിശ്വാസികൾക്ക് ആവശ്യമായതെല്ലാം ക്രിസ്തുവിൽ ഉണ്ടെന്നും മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന ദുരുപദേശത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇവിടെ വിശ്വാസികളെ അപ്പസ്തോലൻ പ്രബോധിപ്പിക്കുന്നു. മുമ്പ് വായിച്ച വാക്യത്തിന്റെ തുടർച്ചയാണ് കൊളോസ്യർ 2:8 നമ്മൾ വായിക്കുന്നത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആയിടയ്ക്ക് നോസ്റ്റിസം എന്ന തത്വജ്ഞാനവുമായി സഭയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേശകന്മാരെ ശക്തമായി എതിർക്കുകയും സഭയുടെ തലയായ ക്രിസ്തുവിൽ വിശ്വാസികൾ പരിപൂർണരാണെന്നും ഇവിടെ അപ്പസ്തോലൻ പ്രബോധിപ്പിക്കുന്നു. കൊളോസ്യർ 2:19 നമ്മൾ വായിക്കുന്നത്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ തലയായ ക്രിസ്തു ദൈവത്തിന്റെ സർവസമ്പൂർണതയും ആയവൻ എന്ന വിശേഷണമാണ് ഇവിടെ അപ്പസ്തോലൻ ഈ ലേഖനത്തിൽ കൂടി നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ അടുത്തത് ഫിലോമോൻ എഴുതിയ എഴുത്താണ്. പൗലോസിന്റെ സമയത്ത് ലോകത്തിന്റെ തലസ്ഥാനമായ റോമിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്നു. വളരെ നികൃഷ്ടവും ക്രൂരവുമായിട്ടാണ് അടിമകളോട് പെരുമാറിയിരുന്നത്. മൃഗീയമായ ശിക്ഷാ നടപടികളായിരുന്നു ഒരു അടിമ ഒളിച്ചോടി പിടിക്കപ്പെട്ടാൽ നടപ്പാക്കിയിരുന്നത്. ഫിലോമോന്റെ അടിമയായിരുന്ന ഒനേസിമോസ് വിലയേറിയ എന്തോ മോഷ്ടിച്ചുകൊണ്ട് റോമിലേക്ക് ഒളിച്ചോടിപ്പോയിരുന്നു. അവിടെ വെച്ച് ഒനേസിമോസ് പൗലോസുമായി ബന്ധപ്പെട്ടതിന്റെ ഫലമായി രക്ഷ പ്രാപിക്കുകയും ചെയ്തു. പൗലോസ് മുഖാന്തരം ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ അവൻ പൗലോസിനും ഫിലോമോനും ഒരേപോലെ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ ലേഖനത്തിന്റെ പ്രമേയം. നമ്മൾ വായിക്കുന്നത് അതിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഫിലോമോന്റെ ലേഖനത്തിന്റെ 9-ാം വാക്യം, ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. ഫിലോമോന്റെ ലേഖനത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഇനി ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. കേവലം ഒരു അടിമയായിരുന്നുവെങ്കിലും ഒനേസിമോസ് ഇപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നും അവനെ സ്വന്തം സഹോദരനായി അംഗീകരിക്കണമെന്നുമാണ് പൗലോസ് ഫിലോമോനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ ലേഖനത്തിലെ പ്രധാന വിഷയം സ്നേഹത്തിന്റെ മാതൃകാപരമായ വിശദീകരണം എന്നാണ്.
ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രായോഗിക നീതിക്കും ക്രിസ്തീയ സാഹോദര്യത്തിനും സ്നേഹത്തിന്റെ പ്രമാണത്തിനും അമൂല്യമായ വിലയാണുള്ളത്. സഭയുടെ ഐക്യത്തെപ്പറ്റിയും ക്രിസ്തീയ സ്നേഹത്തെപ്പറ്റിയും പ്രസംഗിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ വിപരീതമായി പെരുമാറുകയും ചെയ്യുന്ന വിശ്വാസികൾ മാതൃക ആക്കേണ്ട ഒരു എഴുത്താണ് ഇത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനോപദേശങ്ങൾ എന്ന വിഷയത്തിലെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള 3 ലേഖനങ്ങളെ കുറിച്ചുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവകൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.